പ്രിയപ്പെട്ടവരെ, കട ഇടപാട്, സാമ്പത്തിക വിഷയങ്ങളിൽ ചില ആളുകൾക്ക് ഒരു ശ്രദ്ധയുമില്ല. കടമുണ്ടോ സ്വർഗപ്രവേശനം തന്നെ അതുകൊണ്ട് തടസ്സമാകുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ മുത്തുനബി ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ അഊദു ബില്ലാഹി മിനൽ കുഫ്രി വദ്ദൈൻ, പടച്ചോനെ കുഫ്റിനെ തൊട്ടും കടത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് അത്തഅദിലുൽ കുഫ്റ ബിദ്ദൈനി, അല്ല കുഫർ എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമാണ്. കാഫിരികളൊക്കെ നരകത്തിലാണല്ലോ, ദായിമൻ കാലാകാലവും നരകത്ത് കടക്കേണ്ട വലിയ ശിക്ഷയാണ് കുഫർ. ആ കുഫറിനോടാണോ അങ്ങ് ദൈനിനെ താരതമ്യപ്പെടുത്തി പറയുന്നത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്ഭുതത്തോടെ സ്വഹാബി ചോദിച്ചപ്പോൾ നബി തങ്ങളുടെ മറുപടി നഅം, അതെ എന്നാണ്. മഹാന്മാർ വിശദീകരിക്കുന്നു, ആ ഹദീസ് വിശദീകരിച്ചിട്ട് പറയുന്നു, കടം ധാരാളം വാങ്ങി വീട്ടാൻ കഴിയണില്ല, അവസാനം എന്താകും? പിന്നെ കളവ് പറയേണ്ടി വരും, വഞ്ചിക്കേണ്ടി വരും, വാഗ്ദത്തം ലംഘിക്കേണ്ടി വരും. ഇത് മൂന്നും കപട വിശ്വാസികളുടെ സ്വഭാവമാണ്, മുനാഫിക്കീങ്ങളുടെ സ്വഭാവമാണ്. സ്വാഭാവികമായി മുനാഫിക്കീങ്ങൾ ഫിദ്ദർക്കിൽ അസ്ഫൽ, നരകത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലാണ് അവർ, നരകത്തിൽ പോകേണ്ടി വരുമെന്ന് മഹാന്മാർ മുഹദ്ദിഥീങ്ങൾ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ചില ആളുകളുണ്ട്, ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹങ്ങളായിരിക്കും, കടങ്ങനെ വാങ്ങും, യാതൊരു പേടിയുമില്ല, ഒരു ഭയവുമില്ല. മറ്റു ചിലരുണ്ട്, പണം കയ്യിൽ ഉണ്ടായിട്ട് കൊടുത്ത കടം വീട്ടാതെ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയോ നിങ്ങൾക്ക്? പാവപ്പെട്ട എത്രയോ ആളുകൾ സാമ്പത്തികമായി കുടുങ്ങുമ്പോ അവർ കടം ചോദിച്ചാൽ ആൾക്കാർ കൊടുക്കൂല. കാരണം എന്താ? എല്ലാവരും ഇങ്ങനെയാണെന്ന് കരുതും. അതുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട ആളുകൾ കുടുങ്ങുന്നു. ആരും കടം കൊടുക്കാതെ അവസാനം അവർ ബാങ്കിനെ സമീപിക്കേണ്ടി വരുന്നു, ലോൺ എടുക്കേണ്ടി വരുന്നു. എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ കണ്ണീര് കുടിക്കുന്നത്? ചില ആളുകൾ ചോദിച്ചിട്ട് പറയും, ഉസ്താദേ ഒരുപാട് പലിശ അടക്കാണ്ട് ലോൺ എടുക്കാണ്ട് ലോൺ എടുത്ത് കുടുങ്ങിപ്പോയതാണ്, എന്തു ചെയ്യും? വേറെ ചില മനുഷ്യന്മാരുണ്ട്, ഉസ്താദേ ഒരുപാട് പൈസ ബാങ്കിലുണ്ട്, പലിശ കുറെ വരുന്നത്, എന്താ കാട്ടേണ്ടത്? നമുക്ക് വേണ്ട, നിങ്ങൾ എന്തേ ചെയ്തോളി, അതിന് മറുപടി തന്നെ, നിങ്ങൾ എന്തേ ചെയ്തോളി, പലിശ എന്താ ചെയ്യാ? അതിന് മറുപടിയില്ല. പിന്നെ പൊതുപ്രവർത്തനങ്ങൾ ചെയ്തോളുന്ന അതൊക്കെ ഓരോ ഒന്നര മറുപടിയാണ് എന്ന് വെച്ചാൽ അതൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മറുപടി എന്നല്ലാതെ അതൊന്നും മറുപടിയല്ല ഫുഖഹാക്കൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് ജനങ്ങൾ പണമില്ലാതെ പ്രയാസപ്പെടുമ്പോ മറ്റൊരു ഭാഗത്ത് ഉള്ളവർ ഉള്ളതുപോലെ തോന്നിവാസങ്ങൾ കളിക്കുമ്പോ, കടം വാങ്ങുമ്പോൾ ആവശ്യമാണെങ്കിൽ വാങ്ങാം, പക്ഷേ കടം വാങ്ങുന്നിട്ട് നിബന്ധന ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്, അത് കടം വീട്ടാനുള്ള സോഴ്സ് എനിക്കുണ്ടോ എന്ന് കാണണം. ആ കടം വീട്ടാനുള്ള സോഴ്സ് എനിക്കുണ്ടോ, അതിനുള്ള മാർഗങ്ങൾ എനിക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ വാങ്ങാം, അത് വീട്ടും ചെയ്യണം. ഇത് ചില ആളുകൾ വാങ്ങുമ്പോ തന്നെ വീട്ടണ്ടാന്ന് കരുതിയിട്ടാണ് വാങ്ങുന്നത്, വാങ്ങുമ്പോ തന്നെ ഇത് വീട്ടൂലാന്ന് കരുതിയിട്ടാണ് വാങ്ങുന്നത്. ചില ആളുകളുണ്ട്, എന്തായാലും അടുത്ത മാസം ഉറപ്പ് 1-ാം തീയതി തരും, അങ്ങനെ ഡേറ്റ് വെച്ച് വാങ്ങിയോ? ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല, സ്വാഭാവികം അങ്ങനെയാണ്, ഡേറ്റ് വെച്ച് വാങ്ങിയത് ഇതുവരെ തന്നിട്ടില്ല. എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, പ്രിയപ്പെട്ട സഹോദരൻ. അതേസമയം കൂടുതൽ ആൾക്കാരുണ്ട്, നാടൊരു സഹോദരനോട് വാട്സപ്പിൽ മെസ്സേജ്, 1000 രൂപ തരും. ഞാൻ എന്നാ തരുമെന്നും പറയില്ല, ഞാൻ ഡേറ്റ് ഒന്നും വെക്കൂല, 1000 രൂപ തരാൻ പറ്റുള്ളൂ, ഞാൻ എന്നാണോ എനിക്ക് വീട്ടാൻ കഴിയാൻ അന്നേ വീട്ടുള്ളൂ. അതൊരു മറ്റുണ്ട് ആ ചോദ്യം. അല്ല, അതൊരു ഉടനെ തന്നെ 1000 രൂപയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു, അത് രസമുണ്ടല്ലോ കേൾക്കാൻ. ഞാൻ വീട്ടൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും ഡേറ്റ് ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല, അത് നമുക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ കൊണ്ട് സാമ്പത്തിക വിഷയത്തിൽ കണിശത പുലർത്തുന്നവരായി നമ്മൾ മാറണം. അതിൽ കണിശതയില്ലേ നമ്മൾ കുടുങ്ങും. എന്ന് മാത്രമല്ല, സാമ്പത്തിക വിഷയത്തിൽ നമുക്ക് കൃത്യമായ നിലപാടുകളും കൃത്യമായ ആ വിഷയത്തിൽ നമുക്ക് കാര്യഗൗരവമില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്വർഗപ്രവേശനം പോലും തടയപ്പെടുന്നു. ഷഹീദിന് പോലും മാപ്പില്ലാത്ത കുറ്റമാണ് കടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, കാലത്ത് ആര് മരിച്ചാലും മുത്തനബിയായി ഇമാമുക്ക. എന്റെ വാപ്പ മരിച്ചിട്ടുണ്ട്, ഞാനായി ഇമാമുക്കാരനോട് മക്കളാരും അവകാശവാദത്തിന് വന്നിട്ടില്ല. സയ്യിദുമാരും തങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദുമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ ഇമാമുക്കേണ്ടത്. പക്ഷെ അവകാശം ആർക്കാണ്? വാപ്പ മരിച്ച മക്കളാണ് ഇമാമുക്ക, അവർക്കാണ് അവകാശം. പക്ഷെ ഈ അവകാശം ആർക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂല എന്നോട് പറഞ്ഞിട്ടില്ല. അവകാശങ്ങൾ വിട്ടുകൊടുക്കണം, അതാണ് മര്യാദ. അതബ് ഇപ്പുറത്തുന്നുണ്ട്, നിയമം വേറെ ഉണ്ട്, അതബ് ഇപ്പുറത്ത് വേറെ ഉണ്ട്. രണ്ടും കൂടി പഠിക്കണം. ഇതൊന്നും മാത്രം പഠിച്ചിട്ട് എന്റെ വാപ്പയാണ് ഞാൻ ഇമാമുക്ക എന്ന് പറഞ്ഞു വരും. ഇവിടെ ഇയാൾക്ക് വജ്ജത്ത് പോയിട്ട് ഫാത്തിഹ പോലും ഓതാൻ കഴിയാത്ത ആളാ. ഈ ഫാത്തിഹ ഓതാൻ കഴിയാത്ത ആളെങ്ങനെ ഇമാമുക്ക? ഇമാമ് നിൽക്കണമെങ്കിൽ അതിന് വേറൊരുപാട് നിബന്ധന ഉണ്ട്. സംഭവം ശരിയാണ്, വാപ്പ മരിച്ച മകന് ഇമാമ് നിൽക്കാൻ, അല്ലെങ്കിൽ മകൻ മരിച്ച വാപ്പാക്ക് ഇമാമ് നിൽക്കാൻ മത അവകാശം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് ഇമാമ് നിൽക്കാൻ ഇപ്പുറത്ത് വേറെ നിയമങ്ങളുണ്ട്. ഇയാൾക്ക് തെറ്റുകൂടാതെ ഫാത്തിഹ ഓതാൻ കഴിയണം.
ഇമാമ് നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില മസലകൾ അടിയന്തരമായി അറിഞ്ഞിരിക്കണം, അത് അറിയണം. ഇതൊന്നും അറിയാതെ പിന്നെ ഇയാളെങ്ങനെ ഇമാമക്കല് ആണെങ്കിൽ ഒറ്റക്ക് കച്ചോട്ടെ, എന്റെ വാപ്പാൻ ഒറ്റക്ക് കച്ചോട്ടെ. ഇമാമ് നിൽക്കണമെങ്കിൽ അതിന് യോഗ്യരായ ഉസ്താദുമാരോ അതുപോലെ സയ്യിദന്മാരോ കൊണ്ട് അവർക്ക് പ്രാമുഖ്യം കൊടുക്കണം. അതാണ് അദബ്. അങ്ങനെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ആര് മരിച്ചാലും മുത്തനബി ഇമാമുക്ക. അതേസമയം ഈ വ്യക്തിക്ക് കടമുണ്ടോ, മുത്തനബി ഇമാമുക്കൂല, അത് ആരെങ്കിലും ഏറ്റെടുക്കണം. അല്ലാത്ത പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഇമാമ് നിൽക്കാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കടം വാങ്ങുമ്പോ നല്ല ശ്രദ്ധ വേണം. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ. മരിക്കുന്ന സമയത്ത് 5 പൈസ പോലും കടമില്ലാതെ, ഒരു ഉപ്പ പോലും കടമില്ലാതെ സന്തോഷത്തോടെ ബാധ്യതകളൊക്കെ തീർത്തു മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സൂറത്ത് ബഖറയിലാണ് അത് പറയുന്നത്. പരിശുദ്ധമായ ഒരു പേജ് മുഴുവനും കടവുമായി ബന്ധപ്പെട്ട് കട വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, സാക്ഷി വേണം, എഴുതി വെക്കണം. എത്ര നിബന്ധനയാണ് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് കട വാങ്ങാൻ നല്ല രസമുള്ള കാര്യമൊന്നുമല്ല. കുടുങ്ങാണെങ്കിൽ വാങ്ങാം, അതന്നെ വീട്ടാനുള്ള സോഴ്സ് കാണണം, അല്ലെങ്കിൽ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. യാചിക്കാൻ ഇസ്ലാം ഒരു സമയത്ത് മാത്രം അവകാശം കൊടുക്കുന്നുള്ളൂ. യാചന എപ്പോഴോ, ഇപ്പൊ ഞാൻ യാചിച്ചിട്ടുണ്ടെങ്കിൽ കുടുങ്ങിപ്പോകും, ഞാൻ കുടുങ്ങിപ്പോയും പട്ടിണി കിടന്ന് മരിക്കേണ്ടി, എനിക്ക് ജോലി ചെയ്യാൻ ഒരു മാർഗവുമില്ല, എനിക്ക് സാമ്പത്തികമായി രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാത്ത അവസാന ഘട്ടത്തിലെ യാചനയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. പരമാവധി യാചനയെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആരെങ്കിലും ചോദിച്ചു വന്നാലോ, കൊടുക്കാതിരിക്കാനും പാടില്ല, കൊടുക്കണം. അത് നമ്മുടെ മാന്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.